ശരത്ത് എങ്ങോട്ടാ? എവിടെ പോയി? വല്ല പ്രോഗ്രാമിന് പോയിട്ട്? ഇന്നലെ കച്ചേരി ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഒരു അമ്പലത്തിൽ. അത്യാവശ്യം നല്ല സമയമാണെന്ന് തോന്നുന്നു. നല്ല അല്ലേ? ഓക്കെ ശരത്തെ, അപ്പോ നമ്മൾ ഇറങ്ങിയത് ഈ കേരളത്തിലെ MDMA വ്യാപകമാകുക, രാസലഹരി, അതിനെതിരായിട്ടാ. അപ്പൊ ഒരു പാട്ടുകാരും ഒക്കെ ഇത് പെട്ടുപോകുന്ന സംഗീത ലോകത്തോട്. ഞാൻ ഇന്നലെ സംസാരിച്ചായിരുന്നു, കച്ചേരിക്ക് മുമ്പ് സംസാരിച്ചായിരുന്നു. കുട്ടികളുടെ മൊബൈൽ ഉപയോഗവും അതുപോലെ ഈ ഡ്രഗ്സും. കാര്യം അതൊരു മഹാവൃത്തികെട്ട പരിപാടി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ MDMA അച്ഛനമ്മമാരെ അറിയാൻ പറ്റാതായി പോകുന്ന ഒരു അവസ്ഥ. കലാകാരന്മാർ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. പിന്നെ കുറെ പേര്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ പുതിയ തലമുറ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാര്യം ഇതൊരു മഹാവൃത്തികെട്ട പരിപാടി. അതൊരു നമുക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാര്യം ഇതടിച്ചിട്ട് ഈ ഉള്ള അക്രമം എല്ലാം നടക്കുന്നത് ഇതിന്റെ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. അച്ഛനമ്മയെ അറിഞ്ഞുകൂടാ, പഠിപ്പിച്ച വാദ്യാരിമാരെ അറിഞ്ഞുകൂടാ. കാര്യം വിലയില്ല, ഭയമില്ല പിള്ളേർക്ക്. കാര്യം ഇതടിക്കുന്നതുകൊണ്ട് പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഈ പേടി അങ്ങ് പോവാണ്. നമുക്കൊരു പേടി വേണം, ദൈവത്തിനെ വേണം, നമ്മുടെ അച്ഛനമ്മയും വേണം, പഠിപ്പിച്ചവരെ വേണം. അതില്ലാണ്ടാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. എന്റെ പ്രിയ അണ്ണാച്ചി. കഴിച്ചോ? പിന്നെ അതിൽ വേണ്ട, അത് ഫ്ലൈറ്റ് പോകും. ശരി ശരി, വണ്ടി വിട്ടോ. ആയിക്കോട്ടെ, താങ്ക് യു. അപ്പോൾ സംഗീത സംവിധായകൻ ശരത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളോട് ചോദിക്കാം. ഹലോ നിങ്ങൾ എന്തോ കണ്ടോണ്ടിരിക്കുന്നത്? ലൈവ് കണ്ടതാ? എക്സാം ആണോ? ഏതിന് പഠിക്കുന്നവരാ നിങ്ങള്? ഏത് കോളേജ്? HM ട്രെയിനിങ് കോളേജ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളെയൊക്കെ അന്വേഷിച്ചു വന്നാ നമ്മള്? അതായത് MDMA പോലുള്ള രാസലഹരികൾ കുട്ടികളും ചെറുപ്പക്കാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളും കേട്ടാ. അത് നിങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും അറിയാമോ? ഇത് അറിയാമോ? എന്താ പേര്? അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? ഓടിച്ചിട്ട് പിടിക്കും. നമ്മൾ ഈ ലഹരിക്കെതിരായിട്ട് ഇറങ്ങിയതാണ്. കാണുന്നുണ്ടോ? വളരെ നല്ല കാര്യം. രാജി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? കോളേജിലേക്ക്. HM ട്രെയിനിങ് കോളേജ്. ബിഎഡ് കോളേജാണോ? പരീക്ഷ ഉണ്ടോ അവിടെ? ടെൻഷൻ. കാര്യം അറിഞ്ഞോ നിങ്ങൾ? ഇല്ല. ഈയിടയ്ക്ക് 24 കണ്ടിട്ടേ ഇല്ല. അപ്പോ അല്ലേ എക്സാമിന്റെ ടെൻഷൻ ഉണ്ടോ? അതായത് കുട്ടികളിൽ പടരുന്ന രാസലഹരിക്കെതിരായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞവരാരെങ്കിലും ഉണ്ടോ ഇതില്? ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ കുറെ കാലം 10 വർഷമായോ TV കണ്ടിട്ട്? ഇല്ല, ഞങ്ങൾ TV കാണാൻ പറ്റൂല. ഓക്കെ അല്ലേ മക്കളെ? പരീക്ഷ നന്നായിട്ട് എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾ തിരിച്ചു വരുമ്പം MDMAക്കെതിരായിട്ടുള്ള പ്രചാരണം അറിയാൻ വേണ്ടി SKN40 എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കണം. നോക്കുമല്ലോ? ഉറപ്പല്ലേ? എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ലഹരി വേണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലൊക്കെ ആയതുകൊണ്ട് അവർക്ക് TV കാണാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. വിജയ, അപ്പോൾ ഒരു വാർത്തയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു നമ്മൾ. ഓക്കെ, താങ്ക് യു. കാണാം. ഓക്കെ, ബൈ. പരീക്ഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. വിജയ, ഒന്ന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. കുട്ടികൾക്ക്